ഇനി ഒരു സർജിക്കൽ സ്ട്രൈക്കിന് വീണ്ടും സാധ്യതയുണ്ടോ ഇന്ത്യയെയും പാകിസ്ഥാനെയും കാശ്മീരുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി ഏതാണ്ട് 5-ലധികം തവണ തുടർച്ചയായി ഭീകര ആക്രമണം കാശ്മീരിൽ നടക്കുകയാണ്. ജമ്മുവിലും കാശ്മീരിലുമായി നിരന്തരം ആക്രമണങ്ങൾക്ക് നടത്തുന്നതിന് പിന്നിൽ ഭീകരവാദികൾക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉള്ളതായി ഇപ്പോൾ പറയപ്പെടുന്നു. നമുക്കറിയാം, നേരത്തെ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ തനതു ഭാഗമായി കൂടിച്ചേർക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം. നിരന്തരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അതൊക്കെ ഏതാണ്ട് ഏറെക്കുറെ അവസാനിപ്പിച്ച് സമാധാനപരമായ തരത്തിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി ഇന്ത്യൻ ജനാധിപത്യം ഒരുപക്ഷെ അവിടെ പുലരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ വളരെ ശക്തമായി സമാധാനത്തോടെ മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് കാശ്മീർ വാലി താഴ്വരയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് ജമ്മുവിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഏതാനും ദിവസങ്ങളായി കാണുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മുടെ 5 സൈനികർ കത്വയിൽ ഉണ്ടായിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണത്തിൽ നടത്തിയ വെടിവെപ്പിലും ഒക്കെ മരിച്ചത്. ആദ്യം ഗ്രനേഡ് എറിയുകയും പിന്നീട് വെടിയുതിർക്കുകയും ചെയ്ത് ധാരാളം നമ്മുടെ ആളുകൾ നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ മേഖലകളിൽ. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. ഒരുപക്ഷെ ഏറെ കാലമായി പ്രത്യേകിച്ച് BJPയും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് തങ്ങളുടെ നേട്ടമായി അവതരിപ്പിച്ചിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഭാഗമായി ചേർക്കുകയും 2 പ്രത്യേക കേന്ദ്രഭരണ പ്രദേശങ്ങളായി നിലനിർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ധാരാളം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് തങ്ങൾ നൽകിയതെന്നും അതൊരു വലിയ നേട്ടമായിരുന്നുവെന്നും ഉള്ള അവകാശത്തിന്റെ മുനയൊടിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ഭീകരർ നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് ഇപ്പോൾ ഇത് വ്യാഖ്യാനിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ പോലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു, തങ്ങൾ ഇപ്പോൾ കാശ്മീരിലേക്ക് നോക്കൂ, ജമ്മുവിലേക്ക് നോക്കൂ, അവിടെ സമാധാനം പുലരുന്നു, നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല, ഏറെക്കുറെ കാര്യങ്ങൾ സമാധാനപരമായി പോകുന്നു എന്ന സ്ഥിതി വന്നപ്പോഴാണ് തുടർച്ചയായി ഭീകരർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തീവ്രവാദികൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇടപെടലുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഇപ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിക്കുന്നു, അവിടെയുള്ള ഭീകരവാദികൾക്ക് താവളങ്ങൾ ലഭിക്കുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ലഭിക്കുന്നുവെന്നും ഇപ്പോഴും പാകിസ്ഥാനിലെ ഡീപ്പ് സ്റ്റേറ്റിന്, അതായത് അവർക്ക് ഏറ്റവും വളരെ സ്വാധീനമുള്ള, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അത് ആർമിയും അള്ളായും അമേരിക്കയാണെന്ന് പറയാം. 3 Aകൾ. ആർമി എന്ന് പറഞ്ഞാൽ സൈന്യം, അള്ള നമുക്കറിയാം, പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ഈ 3 രാജ്യങ്ങളാണ് പാകിസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് പലപ്പോഴും വിമർശിക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ തുടർച്ചയായിട്ട് കാശ്മീർ വാലിയിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ജമ്മുവിലേക്ക് ഈ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഇത്തവണ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നിൽ പ്രാദേശികമായി ചില പിന്തുണകൾ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ സൈനിക നേതാക്കന്മാരും അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട പോലീസ് വിഭാഗവുമായിട്ടൊക്കെ ഉള്ള മീറ്റിങ്ങുകൾ തുടർച്ചയായി നടത്തുകയും അതിൽ നിന്ന് അവർ മനസ്സിലാക്കി ഏതാണ്ട് 10-24ഓളം ഗ്രാമീണരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവരുടെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും തുടർച്ചയായിട്ട് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന ആക്രമണം അവർ പരിശോധിക്കുമ്പോൾ ഈ ഭീകരവാദികൾ താവളമാക്കിയത് മിക്കപ്പോഴും പുരുഷന്മാർ ഇല്ലാതിരുന്ന, സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്ന വീടുകളെ താവളമാക്കിക്കൊണ്ട് അവിടെ ചില പ്രാദേശിക പിന്തുണയോടുകൂടി ചില ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വലിയ, അതായത് കുറേ നാളുകളായി ശാന്തിയുടെ, സമാധാനത്തിന്റെ വാർത്തകളായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ അതിനുണ്ടായൊരു മാറ്റം പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അലോസരപ്പെടുത്തുന്നതാണ്. തുടർച്ചയായി നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ ഒരു വിജയം എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ പുലർന്നു വന്ന സമാധാനം. അതിന്റെ കടക്കിലാണ് ഇപ്പോൾ ഭീകരവാദികൾ കത്തിവെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഇപ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിന്റെ മണ്ണിൽ കടന്നു കയറാൻ കഴിയും. പ്രത്യേകിച്ച് പഞ്ചാബിന്റെ അതിർത്തി പ്രദേശം വഴി അന്തർദേശീയ അതിർത്തികളിലൂടെയാണ് മിക്കവരും കടന്നു വരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ അതിർത്തികൾ വഴി ഇപ്പോഴും തങ്ങൾക്ക് വരുവാനും തങ്ങളുടെ ഇഷ്ടത്തിന് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ കഴിയും, ഇപ്പോഴും വേണ്ടി വന്നാൽ ഭീകരാക്രമണത്തിന് കഴിയും എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിരന്തരമായി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഇത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്നും ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി നൽകും എന്നുള്ള ഇന്ത്യ ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രസിഡന്റ്
അതുപോലെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തങ്ങൾ ഇത് സഹിക്കില്ല എന്നും ഇതിന് തിരിച്ചടി നൽകും എന്ന്. അപ്പൊ അത് എല്ലാവരും ആലോചിക്കുന്നത്, നേരത്തെ നമുക്കറിയാം മുൻപ് ഇതുപോലെ നമ്മുടെ പഠാൻകോട്ട് ആക്രമണവും പലതരത്തിലുള്ള സൈനിക വ്യൂഹങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പാകിസ്ഥാന് നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ രൂപത്തിൽ മറുപടി നൽകിയതാണ്. അതുപോലെ ഒരു സർജിക്കൽ ആക്രമണം ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ആക്രമണത്തെ ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇപ്പോൾ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന് ഉപരിയായി പല തരത്തിലുള്ള ഓപ്പറേഷൻസിലും നടത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പല ഭീകരന്മാരും അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ പലരും അത് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് അതിലൊക്കെ പങ്കുണ്ട് എന്ന് സംശയരൂപേണ പറയാറുണ്ട്. എന്തായാലും ഇന്ത്യ എതിർക്കുന്ന പല ഭീകരവാദികളും അവരുടെ മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഭീകരവാദികൾ ഇപ്പോൾ പഴയതുപോലെയല്ല, ഒരു പേടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. മുമ്പൊക്കെ ആക്രമണം നടത്തിയിട്ട് ഓടിപ്പോയി അവരുടെ മണ്ണിൽ പോയി ഒളിക്കുന്ന ഒരു തന്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെ അല്ല എന്നും ഇന്ത്യൻ സ്റ്റേറ്റ് വളരെയധികം ശക്തി പ്രാപിച്ചുവെന്നും ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് നടത്താൻ ഇന്ത്യക്ക് ശക്തി ഉണ്ട് എന്നും ഒക്കെ പരക്കെ വ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെയുള്ള വാർത്തകൾ പുറത്തു വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നിരന്തരമായി ഇപ്പോൾ പണ്ട് മുതൽ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഭീകരവാദികൾ ഉപയോഗിച്ചു വരുന്നൊരു തന്ത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ പ്രശ്നം ലൈവായി നിലനിർത്തുക എന്നുള്ളത്, അന്തർദേശീയ രംഗത്ത് ഈ പ്രശ്നം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ സന്ദർശിക്കുന്ന അതേ ദിവസമാണ് ഇവിടെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. അതിന് തൊട്ടു മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നു ഒരു ബസ് ആക്രമണത്തിന് ഇരയാക്കുകയും ഏതാണ്ട് 10ഓളം ആളുകളെ വധിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ 2000 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ബിൽ ക്ലിന്റൺ ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന അതേ ദിവസം ഏതാണ്ട് 35ഓളം സിഖ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും അവര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ തുടർച്ചയായി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അവിടെ നിന്ന് വരുന്ന ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ ആക്രമണങ്ങൾ നടത്തുക, അതുവഴി ഭീതി സൃഷ്ടിക്കുക, ഇപ്പോഴും ആ പ്രദേശം അസ്ഥിരമാണെന്ന് വരുത്തി തീർക്കുക, അവിടുത്തെ തെരഞ്ഞെടുപ്പുകളൊന്നും മൂലം അവിടെ ജനാധിപത്യം പുലരാൻ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർക്കാരും അവകാശപ്പെടുന്നത് പോലെ സമാധാനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയുള്ള അജണ്ടകളിലാണ് ഈ ഭീകരവാദികൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശികപരമായി കിട്ടാവുന്ന സഹായങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഛിന്ന ഭിന്നമായി നടത്തുന്ന ആക്രമണങ്ങളാണ്. ഈ ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് സർജിക്കൽ സ്ട്രൈക്ക് എന്നതിനുപരിയായി ഇന്ത്യ വളരെ മൈന്യൂട്ടായുള്ള ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനവും ഇന്ത്യയുടെ സൈനിക സംവിധാനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചടിക്ക് ഒരുങ്ങും, തീർച്ചയായിട്ടും തിരിച്ചടി നൽകും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് എന്ന പഴയ രൂപത്തിലല്ല, മറിച്ച് ഭീകരവാദികളെ ഒരുപക്ഷെ അവരുടെ മണ്ണിൽ തന്നെ തീർക്കുവാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യ ആവിഷ്കരിച്ചേക്കാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ സർക്കാർ ഇപ്പോൾ പുറത്തുവിടുക സാധ്യമല്ല. എന്തായാലും ഇന്ത്യ കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. കാരണം പല കാര്യങ്ങളിലും ഇപ്പോൾ ഇപ്പം സിഖ് ഭീകരർ ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്ത് കാനഡയിൽ നിന്ന് പോലും ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില ഭീകരരെ ആ മണ്ണിൽ തന്നെ അവർ മരിച്ചു വീഴുന്ന കാഴ്ച, ചില അജ്ഞാതരാലൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് സംശയിക്കുന്നു. ഇന്ത്യ വിദേശ മണ്ണുകളിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകൾ ചിലർ പറയാറുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നീക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമോ അല്ലെങ്കിൽ നേരത്തെ കണ്ടതുപോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ സ്വന്തം മണ്ണിലായാലും മറ്റൊരു മണ്ണിലായാലും അത് ചെയ്യുവാനുള്ള ഒരു കഴിവ് ഇന്ത്യൻ സൈന്യത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതിൽ നിന്ന് ഇന്ത്യക്ക് പിന്നോക്കം പോകാനുള്ള ഒരു സാധ്യതയും ഇന്ത്യ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റൈസി, കത്വ, അതുപോലെ തന്നെ ദേഡ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിരന്തരമായി, നേരത്തെ ഇത് ജമ്മു വാലിയിലായിരുന്നു, ജമ്മു താഴ്വരയിലായിരുന്നു ഈ ആക്രമണം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിരന്തരമായി തുടർച്ചയായി കത്വ പോലെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇതിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സൈനിക നേതൃത്വവും അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര പോലീസ് വിഭാഗവും എല്ലാം കൂടി ചേർന്നുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 24ഓളം ഗ്രാമീണരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തുടർച്ചയായി അവിടെ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ വിദേശ ഭീകരർക്ക് പ്രാദേശികമായി ലഭിക്കുന്ന സഹായങ്ങളും സാമ്പത്തിക ഉറവിടങ്ങളും അതിന്റെ സോഴ്സുകളും ഒക്കെ ഇല്ലാതാക്കുക എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും നിരന്തരമായി ഇന്ത്യൻ പെട്രോളിങ്ങും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഇത്തരം അന്വേഷണങ്ങളും ഉണ്ടാകും. എന്തായാലും ഈ ഉണ്ടായ ആക്രമണത്തിന് ഭീകരവാദികളെ തീർക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയം വേണ്ട. അതിനുള്ള ശക്തി ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. എന്തായാലും ആ ഒരു കാര്യവുമായി ഇന്ത്യ മുന്നോട്ട് ഇറങ്ങുകയാണ്. സർജിക്കൽ സ്ട്രൈക്ക് ആയാലും മറ്റേത് തരത്തിലായാലും
പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ അണുവിട മുന്നോട്ട് ചലിക്കുവാൻ ഇന്ത്യ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ അതിനുള്ള ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞതായിട്ട് അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം. മുഴുവൻ ഭീകരരെയും ഏതാണ്ട് തുരത്തുകയോ അല്ലെങ്കിൽ വധിക്കപ്പെടുകയോ ചെയ്യുന്ന നിമിഷം വരെ ഇത് തന്നെയാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്.